ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ചായ ഇട്ട് കാലിച്ചായയും കുടിച്ച് പരിപാടി തുടങ്ങാം കേട്ടോ. പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. കാക്ക് വേഗം ജോലിക്ക് പോകണം. 7 മണിയാകുമ്പോഴത്തേക്ക് അപ്പോഴേക്കും പത്തിരി ഉണ്ടാക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് വിശേഷം? പത്തിരി റെഡിയാക്കി. അതിനിടയ്ക്ക് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചതാട്ടോ. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ്. ബീൻസും ക്യാരറ്റും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇതാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചേ. ഞാൻ ആദ്യം വെല്ലുള്ളി കട്ട് ചെയ്തത് വറുത്ത് കോരുകയാണ്. ഓരോ പണി ഇങ്ങനെ എടുത്ത് തീർത്തുകൊണ്ടിരിക്കുക. ഇത് നല്ലോണം ബ്രൗൺ കളറാകാരം കോരി വെച്ചതാട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് വെല്ലുള്ളിയും കൂടി ഇട്ടതാട്ടോ. അതിൽ ഞാൻ മൊത്തം ഒരു 4 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അത്രേ എടുത്തിട്ടുള്ളൂ. വേറെന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ? എല്ലാവരും സേഫായിരിക്കുന്നില്ലേ? മഴയെല്ലാം എങ്ങനെ പോകുന്നു? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. വേറെന്തൊക്കെയാണ് വിശേഷം? ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിൽ ഞാൻ പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളതും ഒരു കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളക് കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാട്ടോ ഇട്ടത്. അത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ ഞാൻ മഞ്ഞൾ, മുളക് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 3 തക്കാളി കട്ട് ചെയ്തത്, ബീൻസ്, ക്യാരറ്റ്, കാബേജ് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതെല്ലാം കൂടി നല്ലോണം വഴറ്റി കൊടുക്കണം. ഞാൻ വെജിറ്റബിൾ കുറച്ച് ജാസ്തി എടുത്തതാട്ടോ. ഇത്ര വേണമെന്നില്ല. കപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കപ്സിക്കം ഇല്ലായിരുന്നു. എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇടുക കേട്ടോ. ഇത് നമുക്കൊരു ഈസി റെസിപ്പി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന ടൈമല്ലേ. രാവിലെ പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ ഒരു വെജിറ്റബിൾ ബിരിയാണി എല്ലാം ആക്കണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കാണിച്ചു തരുന്നത്. അതുപോലെ ചെയ്താൽ മതി. നമുക്ക് തലേന്ന് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചാലേ, കട്ട് ചെയ്തെല്ലാം ബോക്സിലാക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് കഴിയും. പിന്നെ വേഗം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാം. അരി അളന്ന അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം എടുത്തതാണ്. പിന്നെ 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം എല്ലാം കൂടെ വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കൈമ റൈസാണ് എടുത്തത്. അതും കഴുകി ഊറ്റി വെച്ചതിട്ട് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിക്കുക കേട്ടോ. ഇത്ര പണിയേ ഉള്ളൂ. പിന്നെ ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/2 kg അത് ബ്രൗണാക്കി വെച്ച ഉള്ളിയെല്ലാം ഇട്ട് ദമ്മിട്ടതാണ്. കുടിസയും പത്തിരിയും കൂടെ ഹസ്ബൻഡിന് കൊടുക്കുക കേട്ടോ. ഒരിക്കൽ പെട്ടെന്ന് പോകണമെന്ന് കറിയാക്കാൻ നേരം. ഇതെല്ലാം ഞാനിടുന്ന അച്ചാറുകളാട്ടോ. അതിൻ്റെ ഇത് അടിച്ച് കൊണ്ടുവന്നതാണ്. ചെറുനാരങ്ങേൻ്റെതും എല്ലാം എല്ലാ അച്ചാറിൻ്റെതും ഞാനിങ്ങനെ തീരുന്നതിനനുസരിച്ചിട്ട് സ്റ്റിക്കർ അടിച്ച് കൊണ്ടുവരുന്നതാണത്. വേറെ എന്തൊക്കെയാണ് വിശേഷം? അത് ജസ്റ്റ് ഞാൻ അച്ചാർ പാക്കിങ്ങിലാണ്.
രാവിലെ തന്നെ എനിക്ക് കുറച്ച് അച്ചാർ പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എൻ്റെ രാവിലത്തെ ജോലി ഇതൊക്കെയാണ്. പൈനാപ്പിളാണ്, പപ്പായ, ബീട്രൂട്ട്, ചേന, ഈത്തപ്പഴം, ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചത്. ഇനിയിപ്പം ഇതിൽ പ്രൈസ് അടിക്കണം, സ്റ്റിക്കർ അടിക്കണം, ഒരുപാട് ജോലിയുണ്ട്. എല്ലാം റെഡിയായി. ബിരിയാണി വെച്ചു, രാവിലത്തെ ചായ എല്ലാം റെഡിയായതാ കേട്ടോ.